വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് വേണ്ടി ഖിയാമത്ത് നാളില് വിശുദ്ധ ഖുർആൻ ശുപാർശ ചെയ്യുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ലൈസ മിന്ന മല്ലം യതഗന്ന ബിൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ നിങ്ങൾ ശബ്ദമാധുര്യത്തോടു കൂടി അല്ല പാരായണം ചെയ്യുന്നതെങ്കിൽ നമ്മിൽ പെട്ടവനല്ല എന്നുകൂടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് സാവകാശത്തില് തജ്വീദോട് കൂടി ശബ്ദമാധുര്യത്തോടു കൂടി ആയിരിക്കണം. തജ്വീദോട് കൂടി പാരായണം ചെയ്തില്ല എങ്കിൽ അതിൻ്റെ കൃത്യമായ ശബ്ദങ്ങൾ പുറപ്പെടുന്ന മഹ്റജോട് കൂടിയിട്ട് ആ ഉച്ചാരണം ക്ലിയർ ആയില്ല എങ്കിൽ അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങൾക്കും വ്യത്യാസമുണ്ടാകും. അത് ഗുണത്തേക്കാൾ കൂടുതൽ നമുക്ക് ദോഷമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് കൃത്യമായ തജ്വീദോട് കൂടി ആയിരിക്കണം. തജ്വീദോട് കൂടി പാരായണം ചെയ്യാൻ നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടോ എങ്കിൽ വിഷമിക്കേണ്ട. നൂറുൽ ജൻ അക്കാഡമി 3 മാസത്തെ ഓൺലൈൻ തജ്വീദ്